നമ്മളൊരു കാട്ടിലേക്കാണ് ഇന്ന് പോകുന്നത്. കാട്ടിൽ പോയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൊണ്ടുവരും. ഇവിടെ വരെ മനുഷ്യന്മാർക്ക് സഞ്ചരിക്കാവുന്ന വഴിയുള്ളൂ. അത് കഴിഞ്ഞ് അങ്ങോട്ട് ഫുൾ കാടാണ്. ആ കാട്ടിലൂടെ നമുക്ക് സൂക്ഷിച്ച് പോകണം. സൂക്ഷിച്ച് പോയി അവിടുത്തെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചുകൊണ്ട് വരാൻ പോവാണ്. ഗൈസ്, നമുക്ക് സേഫായിട്ട് പോകാൻ ആരോ പാലം പോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. മോഡ നടന്നു പോകാം. അപ്പോൾ പാമ്പ് ഇതൊന്നും നമ്മളെ കടിക്കില്ല. കമോൺ. വൈഫിനൊരു പേടിയില്ല. അവള് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മോളെ കൂടെ നടക്കുന്നുള്ളൂ. കുറേ പപ്പായയും കാര്യങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടല്ലേ. അത് ഒരു തൂണ് പോലെ വെച്ച് കെട്ടിയിട്ടുണ്ട്, കാരണം ഒടിഞ്ഞു വീഴാതിരിക്കാൻ. നമ്മളൊരു വാഴക്കൊല തേടിയാണ് പോകുന്നത്. ആ കൊല വെട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ ഇതാണ് നമ്മൾ പറഞ്ഞ ആ വാഴക്കൊല. എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് തോന്നുന്നു വാഴക്കൊല. ഈ വാഴക്കൊല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഴ എന്ന് പറയുന്ന സാധനം 10 മാസം എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു കൊല ഉണ്ടാവുന്നത്. ഒരു കൊച്ചിനെ പ്രസവിക്കുന്ന പോലെയാണ് വാഴക്കൊല. ഓക്കെ, ആൻഡ് ഇതിൽ ആകെ ഒരു പ്രാവശ്യമേ കായക്കൊല ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ വെട്ടണ രീതി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നൊരു വെട്ട് കിട്ടും. അപ്പൊ ഇത് താഴേക്ക് വരും. അത് താഴേക്ക് വന്നതിന് ശേഷം കൊല വെട്ടിയെടുക്കുകയാണ്. വെട്ടിച്ചിരി ഫാസ്റ്റ് ആയി പോയി ഗൈസ്. എന്തെങ്കിലും കായക്കൊല താഴെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തിരിക്കുന്നു. ഇത് കായക്കൊല. ഓക്കെ ഗൈസ്, വെട്ടിച്ചിരി ശക്തി കൂടി പോയതുകൊണ്ട് അപ്പൊ ഈ കായക്കൊല നമ്മള് 1000 സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ പോവാണ്. ഈ കായക്കൊല വേണ്ടവർ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഡിസയർ ലൈക്ക് ചെയ്യുക. പിന്നെ എന്റെ അപ്പന്റെ ചാനൽ ലൂക്ക ആലപ്പാട്ട് എന്ന് പറയുന്നത് മോണറ്റൈസ് ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പൈസ കിട്ടി തുടങ്ങാറായി. അപ്പോൾ അതും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു കമന്റ് മാത്രം ഇട്ടാൽ മതി. ഗിവ് അവേ കായക്കൊല നീഡഡ്, ഇതാണ് കമന്റ് എഴുതേണ്ടത്. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കട്ട് ചെയ്തു എടേ, ഇത് ഗിവ് അവേ ആയിട്ട് കൊടുത്താലും കുഴപ്പമില്ല. താഴെ വീണിഞ്ഞ് അലങ്ങി. പിന്നെ ഈ കുറെ പശിയൊക്കെ കൊത്തിപ്പോയിട്ടുണ്ട്. ഇതൊന്നും വലിയ കാര്യം. ഓക്കെ, കൊണ്ടുപോവാ. നീ ഒക്കെ എടുക്കുന്നത് കൊണ്ടുപോകുമ്പോ എടുത്തു. അപ്പൊ നമ്മളിങ്ങനെ പൊതിയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മേത്ത് കൂടുതൽ കറയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊതിയുന്നത്. ഗൈസ്, അപ്പൊ ഈ ഒരു കാട് പോലെയുള്ള ഈ ഏരിയ ഞാൻ പണ്ടൊരു പച്ചക്കറി തോട്ടമായി ഉണ്ടാക്കിയിരുന്ന സ്ഥലമാണ്. പിന്നെ സമയം ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാനത് നിർത്തി. പക്ഷെ ഇനിയും റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിരിക്കും. അപ്പോൾ ഓരോ ദിവസവും അതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഇനി പിന്നാലെ വരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ കുറച്ച് വെള്ളം എടുക്കാൻ പോവാം. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ഉറവയുണ്ട്. ആ ഉറവയിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കാൻ പോകുന്നത്. കാണാം. അപ്പോൾ നമ്മൾ ഉറവ തേടി പോയി ഒരു കിണർ കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് പഴയ എൻ്റെ ഒരു വീഡിയോയിൽ അത്ഭുത കിണറായിട്ട് ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ സെയിം കിണറല്ല, ഇത് വേറെ കിണർ.
ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഒന്ന് ക്ലിയർ ആയി കിട്ടും. കരടൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ കയറ് വരെ നാച്ചുറൽ ചകിരിയിലാണ്. യെസ്, അപ്പോൾ ഫസ്റ്റ് ബക്കറ്റ് കിട്ടിയിരിക്കുകയാണ്, നമ്മളത് ഒഴിക്കുകയാണ്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഫിൽട്ടർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇങ്ങനെ കുടിക്കാം. തനി വെള്ളത്തിൻ്റെ ടേസ്റ്റ് തന്നെ, പക്ഷെ നല്ല കൂളായിട്ടുള്ള വെള്ളമാണ്. അത് കിണറിൻ്റെ അടിയിൽ നിന്ന്, ഭൂമിയുടെ അടിയിൽ നിന്നുള്ളൊരു വെള്ളം. യമ്മി.